ഹായ് ഹായ് ഗുഡ് മോർണിംഗ്. സമയം ഇപ്പോൾ രാവിലെ 8:30 ഞാൻ നേരത്തെ എഴുന്നേറ്റ് കേട്ടോ. ഒരു 7:15 ആകുമ്പോൾ എഴുന്നേറ്റും. വണ്ടി സ്റ്റാർട്ടിങ്ങിലിട്ടു. ഇന്ന് മഴയുണ്ടായിരുന്നു കേട്ടോ, ചെറുതായിട്ട് മഴയുണ്ടായിരുന്നു. അപ്പോൾ എഴുന്നേറ്റ് വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ഞെങ്ങലുണ്ടായിരുന്നു സ്റ്റാർട്ടാകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏകദേശം ഒരു മണിക്കൂറോളം ഞാൻ വണ്ടി സ്റ്റാർട്ടിങ്ങിലിട്ടു. ഇപ്പം വെള്ളിയാഴ്ചയാണ് ഞാനിവിടെ വന്നേക്കണത്. വെള്ളിയാഴ്ച കഴിഞ്ഞിട്ട് ഇന്ന് ചൊവ്വാഴ്ചയായി. വെള്ളി ഉച്ചയാകുമ്പോഴത്തേക്കെത്തി. വെള്ളി, ശനി, ഞായർ, തിങ്കൾ, ഇന്ന് ചൊവ്വയാണ്. ഓരോ ദിവസം കൂടുന്തോറും ഇവിടെയുള്ള ലൊക്കേഷനൊക്കെ പഠിച്ചു വരുന്നുണ്ട്. എവിടെ പോയി കഴിഞ്ഞാൽ ഇന്ന സാധനം കിട്ടും, അവിടെ പോയി കഴിഞ്ഞാൽ ഭക്ഷണം കിട്ടും, അല്ലെ അവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഓരോ ദിവസം കൂടുന്തോറും ഇവിടെയുള്ള ഓരോ ഡ്രൈവേഴ്സുമായിട്ട് പരിചയപ്പെടുന്നുണ്ട്. എക്സ്പീരിയൻസ്, അതായത് ഇവിടെ താമസിക്കാനുള്ള നമ്മുടെ ബുദ്ധിമുട്ടുകൾ കുറഞ്ഞു വരുന്നുണ്ട്. സ്വാഭാവികമായിട്ട് അങ്ങനെ സംഭവിക്കും. നമ്മൾ ഒരു ലൊക്കാലിറ്റിയിൽ കുറച്ച് ദിവസം നിൽക്കുന്ന സമയത്ത് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് എന്തൊക്കെ കിട്ടും എന്നുള്ളത് നമ്മളിങ്ങനെ മനസ്സിലാക്കി ആ കാര്യങ്ങൾ ചെയ്യല്ലോ. അങ്ങനെയാണ് ഞാൻ ടോയ്ലറ്റ് കണ്ടുപിടിച്ചത്, ഭക്ഷണം കിട്ടുന്ന സ്ഥലം കണ്ടുപിടിച്ചത്, വെള്ളം ഇവിടെ വരും എന്നുള്ളത് മനസ്സിലാക്കിയത്, അങ്ങനെ ഓരോ കാര്യങ്ങൾ. പക്ഷെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഈ 5 ദിവസം ലോഡൊന്നും ആയിട്ടില്ല. ഇന്നത്തെ കാര്യം അറിയില്ല. ഇന്നും ഇവിടെ തന്നെ നിൽക്കണമെന്ന് അറിയില്ല. എന്തോ ലോക്കൽസും നമ്മുടെ വണ്ടി കോയമ്പത്തൂർ ബേസ്ഡ് വണ്ടിയാണല്ലോ. അവര് ഇവിടെ ലോക്കൽ ആളുകൾ ഇഷ്ടംപോലെ ചെറിയ പൈസക്ക് വണ്ടി ലോഡ് കയറ്റാൻ ആൾക്കാരുണ്ട് എന്ന് തോന്നണം. അപ്പൊ അതും അങ്ങനെ എന്തോ ഉള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ് നമുക്ക് ലോഡാകത്തെന്നാണ് അറിയാൻ പറ്റിയിട്ടുള്ളത്. അറിയില്ല ഇന്നും ഇങ്ങനെ ആൾട്ടാണെങ്കിൽ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ പറഞ്ഞല്ലോ, വർക്ക് ബേസ്ഡ് ആയിട്ടാണ് നമുക്ക് പൈസ കിട്ടുക. വർക്ക് ബേസ്, നമ്മൾ എത്ര ലോഡ് എടുക്കുന്നു. ഈ കാലി ഓടി വരുന്നതിനൊന്നും പൈസ കിട്ടില്ല കേട്ടോ. ലോഡ് ഉണ്ടെങ്കിൽ മാത്രമാണ് പൈസ കിട്ടുക. ഇവിടെ നിൽക്കുക. ഒരു ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഇത്ര പൈസ എന്ന് പറഞ്ഞിട്ട് അഡ്വാൻസ്, അതായത് നമുക്ക് വഴിയിലുള്ള ചെലവിനുള്ള പൈസയല്ല, ലോഡ് എടുത്തിട്ട് പോകുമ്പോൾ വഴിയിൽ ഇപ്പം വേ ബ്രിഡ്ജിൽ കയറ്റണം, അല്ലെങ്കിൽ RTOന് പൈസ കൊടുക്കണം, പോലീസുകാർക്ക് പൈസ കൊടുക്കണം, ലോഡിങ്ങിനും അൺലോഡിങ്ങിനും കൂലി കൊടുക്കണം. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ അഡ്വാൻസ് പേയ്മെന്റ് തരിക. അതിൻ്റെ അകത്ത് ബാക്കി വരുന്ന പൈസ നമ്മുടെ സാലറീൻ്റെ അകത്ത് നിന്ന് കട്ട് ചെയ്യുക ചെയ്യുന്നത്. അതായത് നമ്മൾ എടുക്കുന്ന പൈസ, നമ്മുടെ ആവശ്യത്തിന് വേണ്ടി എടുക്കുന്ന പൈസ സാലറിയിൽ നിന്ന് കട്ട് ചെയ്യുക ചെയ്യാം. അപ്പൊ ഇതേപോലെ ആൾട്ടാകണ സമയത്ത് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ ആ അഡ്വാൻസ് പേയ്മെന്റിന്റെ അകത്ത് നിന്നാണ് ഫുഡിനുള്ള പൈസ. ഇവിടെ ഫുഡിനൊക്കെ നല്ല റേറ്റ് ആട്ടോ. ഒരു നേരം 100 രൂപയ്ക്ക് മേളിൽ ചെലവാകുന്നുണ്ട്. അത് ചിലപ്പോൾ നോർമൽ ആണെന്ന് വിചാരിക്കും, പക്ഷെ അത് നോർമൽ അല്ല. കാരണം ഒരു ദോശക്ക് 50 രൂപ എന്നൊക്കെ പറയുന്നത് നമ്മളെ നാട്ടിലെ ദോശക്ക് 30, 25 അങ്ങനെയൊക്കെ അല്ലേ. അങ്ങനെ നോക്കുന്ന സമയത്ത് കുറച്ച് എക്സ്പെൻസീവ് ആണ് ഇവിടെ. അപ്പോൾ ഈ അഡ്വാൻസ് പേയ്മെന്റിന്റെ അകത്തു നിന്നാണ് നമ്മളെ പൈസ ഇങ്ങനെ. ഈ ട്രിപ്പ് സ്റ്റാർട്ട് ആകുന്നതിന് മുന്നേ എനിക്ക് അഡ്വാൻസ് പേയ്മെന്റ് ഇട്ടു. ഇനിയിപ്പം ഇവിടെ നിന്ന് നമ്മള് പൈസ ഒക്കെ ഫുഡിനും അങ്ങനെ ഇങ്ങനെയൊക്കെ ചെലവാക്കി കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഈ ട്രിപ്പ് എടുത്ത് ലോഡ് കയറ്റുന്ന സമയത്ത് അവിടെ കൂലി കൊടുക്കാൻ നമ്മളെ കയ്യിൽ പൈസ കാണത്തില്ല. അല്ലെങ്കിൽ പോകുന്ന സമയത്ത് ആർക്കെങ്കിലും RTOനോ പോലീസിനോ പൈസ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അത് കാണത്തില്ല. അതിന് എക്സ്ട്രാ പൈസ നമ്മൾ കമ്പനിയിൽ വിളിച്ച് വാങ്ങേണ്ടി വരും. അപ്പോൾ അഡ്വാൻസ് പേയ്മെന്റ് മുഴുവൻ നമ്മളെ സാലറിൻ്റെ അകത്തുനിന്ന് പിടിക്കുകയും ചെയ്യുന്നത്. അതായത് നമ്മുടെ ആവശ്യത്തിന് ഫുഡിനും അല്ലെങ്കിൽ വെള്ളത്തിനൊക്കെ ചെലവാക്കുന്ന പൈസ അതിൻ്റെ അകത്ത് പിടിക്കുകയും ചെയ്യും. അപ്പം നമ്മൾ ഓരോ ദിവസം ആൾട്ടാകും തോറും നമുക്ക് നഷ്ടമാണ്. വണ്ടി ഓടാണ്ടിരിക്കുമ്പോൾ നഷ്ടമാണ്. കമ്പനിക്കാർക്ക് നഷ്ടം തന്നെയാണ്. പക്ഷേ അതുപോലെ തന്നെ കമ്പനിക്കാർ എന്ന് പറയുന്നത് അത്രയും വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അവർക്ക് ഒരു വണ്ടി നിർത്തിയിട്ട് കഴിഞ്ഞാലും ചിലപ്പോൾ അവരെ സംബന്ധിച്ച് അതൊന്നും എഫക്ട് ചെയ്യാൻ പോണില്ല. പക്ഷെ നമ്മൾ ഈ വണ്ടി ഓടിക്കഴിഞ്ഞാൽ നമുക്ക് ലാഭം ഉണ്ടാവുള്ളൂ. ഒരു ദിവസം നിന്ന് കഴിഞ്ഞാൽ തന്നെ അന്നത്തെ ചെലവിനുള്ള പൈസ എക്സ്ട്രാ ആണ്. നമ്മൾ നോർമലി കൊടുക്കുന്ന പൈസനെ കാട്ടി എക്സ്ട്രാ ആണ് നമുക്ക് ചെലവ് വരുന്നത്. ഞാന് ടോയ്ലറ്റ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്യൂൽ സ്റ്റേഷനിൽ പോയ സമയത്ത് അവിടെ അതിന്റെ ഓണർ നിൽക്കണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, ഞാൻ പേ ചെയ്യേണ്ട ആവശ്യമുണ്ടോ, ഞാൻ യൂസ് ചെയ്തോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു യൂസ് ചെയ്തോ. പിന്നെ നമ്മൾ കുറെ സംസാരിച്ചു കേട്ടോ. ഞാനിങ്ങനെ പറഞ്ഞു, ഞാൻ പിന്നെ എഞ്ചിനീയറാണ്,
പേഷ്യൻ്റെ പുറത്ത് ഇങ്ങനെ വണ്ടി ഓടിക്കാൻ വന്നേക്കാണ്. ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ സമയത്ത് പുള്ളി പറഞ്ഞു, നിനക്ക് എപ്പോൾ വണ്ടിക്ക് യൂസ് ചെയ്യാം, വെള്ളം വേണമെന്നുണ്ട് വെള്ളം എടുത്തോ. ഭയങ്കര റെസ്പെക്റ്റ് ആയിരുന്നു കേട്ടോ. എങ്ങനെയാണ് വണ്ടിയിൽ താമസിക്കണേ, ഫുഡ് എങ്ങനെയാണ് കഴിക്കണേ, ഇവിടെയൊക്കെ പോയിട്ടുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു. എന്തായാലും അടിപൊളിയായിരുന്നു. അപ്പോൾ ടോയ്ലറ്റിൻ്റെ കാര്യത്തിൽ എനിക്ക് പേടിക്കാനേ ഇല്ല. എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും അവിടെ പോയിട്ട് ടോയ്ലറ്റ് യൂസ് ചെയ്യാം. വേണമെന്നുണ്ടെങ്കിൽ വെള്ളം എടുക്കാം, അവിടെ RO വാട്ടർ കിട്ടും, വെള്ളം എടുക്കാം. അപ്പോൾ ആ പ്രശ്നം തീരുമാനമായി. പക്ഷേ ഇന്നെങ്കിലും ലോഡാകണം. ലോഡായിട്ടില്ലെങ്കിൽ നിൽക്കുന്തോറും നഷ്ടം കൂടിക്കൂടി വരികയാണ്. എല്ലാ രീതിയിലും എൻ്റെ ടൈം വേസ്റ്റാണ്, പൈസ വേസ്റ്റാണ്. നമുക്ക് നോക്കാം, ചായ കുടിക്കട്ടെ. അങ്ങനെ ഒരുപാട് സമയത്തിന് ശേഷം ഒരാൾ ഇവിടെ വന്നിട്ട് ഇന്ന് ലോഡുണ്ട്, പിറകിൽ റബ്ബറിൻ്റെ കട്ട എടുത്ത് വെക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. അറിയില്ല, കട്ടയൊക്കെ എടുത്ത് വെച്ചിട്ട് ലോഡില്ല ഉണ്ടാവോ ഇല്ലയോ എന്നറിയില്ല. കട്ട വെക്കണം എന്നുണ്ടെങ്കിൽ കോയിലായിരിക്കും കേട്ടോ. റൗണ്ട് ഉണ്ടാവില്ലേ, ഈ ഇരുമ്പിൻ്റെ ഷീറ്റ് ഇങ്ങനെ മടക്കി റോൾ ചെയ്ത് വെച്ചേക്കണം, അതായിരിക്കും ലോഡ്. ഇച്ചിരി റിസ്ക് പിടിച്ച പണിയാണ്. എന്തായാലും കട്ട എടുത്തിട്ട് മുകളിൽ വെക്കാം. ഓക്കെ, 2 കട്ടാന്ന് പറയുമ്പോൾ ഒറ്റ റോളേ ഉണ്ടാവും. നോർമലി നമ്മളെ വണ്ടിയിൽ 2 റോള് കയറ്റാറുണ്ട്. ഓക്കെ, അതിൻ്റെ എന്തോ പ്രശ്നമായിട്ടാണ് നമ്മൾ ഇവിടെ പോസ്റ്റ് അടിച്ച് നിന്നത് എന്നാണ് പറഞ്ഞത്. എന്തായാലും കട്ട എടുത്ത് വെക്കാം. കട്ടൊക്കെ ചളി കുടുങ്ങി ചെളിയിലായിരിക്കും ഉണ്ടാകുക. ഇതാണ് കേട്ടോ ഞാൻ 45 രൂപക്ക് വാങ്ങിയെന്ന് പറയുന്ന ഗ്ലൗസ്. ഉള്ളിൽ റബ്ബറാണ്, അവിടെ കോട്ടനാണ്. ഈ സെയിം സാധനമാണ് ഇന്നലെ 250 രൂപക്ക് ആ സൂപ്പർ മാർക്കറ്റിൽ കണ്ടത്. ഇങ്ങനെ വാങ്ങേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് എടുത്തിട്ട് മുകളിലേക്ക് കയറ്റി വെക്കണം. ഞാൻ കട്ടയെടുത്ത് മുകളിൽ വെച്ചില്ല, ജസ്റ്റ് കയറൊക്കെ ലൂസാക്കി ഇട്ടിട്ടുണ്ട്. പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന രീതിയിൽ അയച്ചിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉള്ളിൽ പോയിട്ട് എടുക്കാം. പുറത്തെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം നമ്മളെ കമ്പനിയിലുള്ള ആൾക്കാർ തന്നെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഈ കട്ടക്കൊക്കെ നല്ല പൈസയുണ്ട്. ആരെടുക്കെന്തെങ്കിലും മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ അവരെടുത്തിട്ട് കൊണ്ടുപോകും. കാരണം റബ്ബറിൻ്റെ കട്ട രണ്ടായാലും മുകളിലെടുത്ത് ഇടണം, എന്നാലേ പിന്നെ പെർമിഷൻ കിട്ടുമെന്നാണ് പറഞ്ഞത് ഉള്ളിലേക്ക് കയറാൻ. അവർക്ക് കാണണം പോലും. അപ്പോൾ എടുത്ത് മേലെ തന്നെ വെച്ചേക്കല്ലേ. ഇത് ചില്ലറക്കാരനല്ല കേട്ടോ, നല്ല വെയിറ്റ് ഉണ്ട്. അങ്ങനെ ലോഡിങ് ആകുന്നാണ് പറയണേ. ഒറ്റ കോയിലേ ഉള്ളൂ, 2 എണ്ണം ഇല്ല. സാധാരണ 2 എണ്ണമാണ് എടുക്കാറ്. എൻ്റെ ആദ്യമായിട്ടാണ് ഞാൻ കോയിൽ എടുക്കുന്നത് കേട്ടോ. ഇച്ചിരി റിസ്ക് പിടിച്ച പണിയാണ്. ഒരുപാട് അപകടങ്ങളൊക്കെ ഉണ്ടാകുന്ന സാധനമാണ് ഈ കോയിൽ എന്ന് പറയുന്നത്. നമ്മൾ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്താൽ തന്നെ കാണും, ഈ കോയിൽ ഉരുണ്ട് വന്നിട്ട് ക്യാബ് മുഴുവൻ അടിച്ചങ്ങ് കൊണ്ടുപോകും. അപ്പോൾ ബ്രേക്ക് ചെയ്യുന്ന സമയത്തും എല്ലാ കാര്യങ്ങളും, വണ്ടിയുടെ സ്പീഡാണെങ്കിലും ടേൺ ചെയ്യുന്ന സമയത്താണെങ്കിലും നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കേണ്ട ഒരു സാധനമാണ്, ലോഡാണ് കോയിൽ. ഞാൻ ആദ്യമായിട്ടാണ് കോയിൽ എടുക്കണേ. സീരിയസ്ലി ഞാൻ ആദ്യമായിട്ടാണ് ഈ വണ്ടി എടുക്കണേ. ഹെവി വണ്ടി തന്നെ ഞാൻ നാട്ടിൽ നിന്ന് ഒരു ടോട്ടൽ പറഞ്ഞ ഒരു 4-5 പ്രാവശ്യം എടുത്തിട്ടുള്ളൂ. ഞാൻ വലിയ വണ്ടിയൊന്നും ഇതുവരെ എടുത്തിട്ടൊന്നുമില്ല കേട്ടോ. എൻ്റെ ഒരു കോൺഫിഡൻസിൻ്റെ പുറത്ത് എടുക്കുകയാണ്. ഇത് കോയിൽ ചെയിൻ വെച്ച് ടൈ ചെയ്യുന്നതിനൊക്കെ ഒരുപാട് രീതികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേ രീതിയിൽ തന്നെ ചെയ്യണം എന്നൊക്കെ ഉണ്ട്. ഉള്ളിൽ പിന്നെ ക്യാമറ അലോഡാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല. ക്യാമറ അലോഡാണെങ്കിൽ ഞാൻ ടൈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഇനിയിപ്പോൾ ഷീറ്റ് ഇടേണ്ടി വരുമോ എന്നുള്ളതാണ് കൺഫ്യൂഷൻ. ഷീറ്റ് ഇടൽ ചെറിയ പണിയൊന്നുമല്ല, കോയിലിന് അത്രയും ഹൈറ്റിൽ ഷീറ്റ് ഇടണം. പാൻറ് ഇട്ടിട്ടേ ഉള്ളിലേക്ക് കയറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. പാൻറ് ഇടാൻ പറഞ്ഞു. ചില സ്ഥലത്തൊക്കെ അങ്ങനെ കേട്ടോ, പാൻറ് വേണം, സേഫ്റ്റി ഗിയേഴ്സ് മുഴുവൻ നമ്മൾ ഇടണം, ഹെൽമെറ്റ് ഇടണം. അങ്ങനെയൊക്കെ JSWയിൽ പോയി കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. പ്ലാന്റിൻ്റെ ഉള്ളിൽ കയറണമെന്നുണ്ടെങ്കിൽ ഒരുപാട് സേഫ്റ്റി മെഷർമെൻറ്റ് അവരെടുക്കും. വണ്ടി മുഴുവൻ ചെക്ക് ചെയ്യും. ഹെഡ്ലൈറ്റ് ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ, സീറ്റ് ബെൽറ്റ് ഉണ്ടോ, ഇൻഡിക്കേറ്റേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ടോ, റിവേഴ്സ് ലൈറ്റ് വർക്ക് ചെയ്യുന്നുണ്ടോ, ടയർ സ്റ്റോപ്പർ ഉണ്ടോ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്തിട്ടാണ് വണ്ടി പ്ലാന്റിൻ്റെ ഉള്ളിലേക്ക് കയറ്റുക. ഇത് പ്ലാന്റ് അല്ല, ഇതൊരു ഗോഡൗണാണ്. നമ്മൾ അവിടെ കണ്ട റെയിൽവേ സ്റ്റേഷനില്ലേ,
അവിടത്തേക്ക് ഗുഡ്സിൽ സാധനം വരുന്നത് ഇവിടത്തേക്ക് മാറ്റിയിട്ട് ഇവിടുന്ന് ഓരോ സ്ഥലത്തേക്ക് കൊണ്ടുപോവാണ് ചെയ്യുക. ഓരോ വണ്ടികളായിട്ട് നമ്മളെ കമ്പനീൻ്റെ ഉള്ളിലേക്ക് കയറാൻ തുടങ്ങിയിട്ടുണ്ട്. ആ വണ്ടിക്കാണ് കേട്ടോ പ്രയോറിറ്റി. ഈ കണ്ടെയ്നർ പോലത്തെ ഷീറ്റ് ഇട്ടിരിക്കുന്ന വണ്ടിക്കാണ് പ്രയോറിറ്റി ഉണ്ടാക്കുക. അവർ ഒരുപാട് ലോങ് പോകുന്ന ആൾക്കാരാണ്, അപ്പോൾ അവർക്കാണ് പ്രയോറിറ്റി ഉണ്ടാകുക. അത് അവരെത്ര ലാസ്റ്റ് വന്നു കഴിഞ്ഞാലും അവരെയാണ് ആദ്യം കയറ്റുക. അങ്ങനെ മുന്നോട്ടേക്ക് എടുക്കുക കേട്ടോ. പോവെന്നൊക്കെ പറയാനുണ്ട്, അറിയില്ല. ഇവിടെ വലിയ കുഴിയാണ്. അമ്മേ, വണ്ടി തിരിഞ്ഞു കളിക്കാൻ തുടങ്ങി. ലോക്കഡം. ഇപ്പൊ ലോക്ക് ഇട്ടിട്ടാണ് കേട്ടോ വണ്ടി എടുത്തത്. ഇനി ഞാൻ ഉള്ളിൽ കയറിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാട്ടോ. ബ്രിഡ്ജിൽ കയറ്റണ്ടെന്നാണ് പറഞ്ഞേക്കണത്. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഞാൻ ആരെങ്കിലും വിളിച്ചു നോക്കണോ, കൺഫ്യൂഷൻ ആയല്ലോ. ഉള്ളിലേക്ക് കയറുകയാണ്. അവിടെ കണ്ടോ, അതാണ് കോയിൽ കേട്ടോ. ഇനി ക്രെയിന് വെച്ചിട്ട് വണ്ടിയിൽ കയറ്റുക. എനിക്കിതിനെയാണ് ഈ റബ്ബറിൻ്റെ ഇത് വെക്കേണ്ടതെന്ന് അറിയില്ല. അതിപ്പോൾ ആരോടെങ്കിലും ചോദിച്ചു നോക്കേണ്ടി വരും എങ്ങനെയാണ് വെക്കേണ്ടതെന്നുള്ള. നോക്കട്ടെ. കയറി കഴിഞ്ഞാൽ ലോഡിംഗ് ഒക്കെ വളരെ പെട്ടെന്നാണ് കേട്ടോ. സാധാരണ ഇങ്ങനെയൊന്നല്ല, ഒരുപാട് വെയിറ്റ് ചെയ്യണം. അവരവിടെ നിന്ന് നോക്കണ്ട. അതാ ഞാൻ ഫോൺ അങ്ങനെ മറിച്ച് വെക്കണം. സാധാരണ ഒരുപാട് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലോഡാകത്തുള്ളൂ. ഒരുപാട് വണ്ടിയാണ്. ഇത് പെട്ടെന്ന് ലോഡാകുന്നുണ്ട് കേട്ടോ. അറിയില്ല, കോയിൽ ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഇതുവരെ കോയിൽ കയറ്റിയിട്ടില്ല. നോക്കട്ടെ. കണ്ടോ, വന്നിട്ട് ഇവിടെ പൈസ എന്തോ കൊടുക്കണം എന്നൊക്കെ പറയണ കേട്ടു. അറിയില്ല. ഇനിയിപ്പം അവിടെ പുറത്തെവിടെയെങ്കിലും വെച്ചിട്ട് നമുക്ക് ടൈ ചെയ്യാം. ചെയിൻ എടുത്തിട്ട് ടൈറ്റ് ചെയ്യാം. ഇവിടുന്ന് വീഡിയോ എടുക്കുന്നതിന് കുഴപ്പമില്ലാന്ന് തോന്നണേ. കുഴപ്പമില്ലെങ്കിൽ ഞാൻ വീഡിയോ എടുക്കാം കേട്ടോ. കാണാൻ ചെറുതല്ലേ ക്യാമറയിൽ. എത്ര വലിയ സാധനം കേട്ടോ കയറ്റിയേക്കണേ. എടുത്തിട്ട് വണ്ടി കുറച്ച് ഇങ്ങോട്ട് കൊണ്ടുവച്ചു. ഇവിടെ നമുക്ക് ചെയിന് ടൈറ്റ് ചെയ്യാം. ആയുധങ്ങളൊക്കെ എടുക്കട്ടെ. ഇതോട്ടെ നമ്മൾ ചെയിനും കമ്പിയൊക്കെ ഇടുന്ന സ്ഥലം. ഇതിൻ്റെ അകത്തുനിന്ന് ഞാൻ 2 ചെയിൻ എടുത്തു, 2 ടൈറ്റർ എടുത്തു. ഇനി നമുക്ക് മേലെ പോയിട്ട് ടൈറ്റ് ചെയ്ത് നോക്കാം. ഞാൻ ഒരു സൈഡ് ചെയ്തു, ടൈറ്റ് വെച്ചില്ല. ആദ്യം ചെയിൻ്റെ 2 എൻഡ് 2 സൈഡിലായിട്ട് കുത്തിയിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കൂടി ഇങ്ങനെ എടുത്തിട്ട് ഇവിടെ അടിച്ചു. എന്നിട്ട് ഇതാണ് ടൈറ്റർ കേട്ടോ. ടൈറ്റർ കണക്ട് ചെയ്തു. ഇനി നേരെ ഓപ്പോസിറ്റ് സൈഡിൽ, അപ്പുറത്തെ സൈഡിൽ ഇതേപോലെ ചെയ്യണം. ഇവിടെ ഈ സൈഡാണ് ടൈറ്റർ വെച്ചേക്കണമെങ്കിൽ അവിടെ ഓപ്പോസിറ്റ് സൈഡിൽ അവിടെയാണ് ടൈറ്റർ വെക്കുക. ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ചെയിൻ ഏതെങ്കിലും ഒന്നിങ്ങനെ കുരുങ്ങി കിടക്കുന്നുണ്ടോ എന്നുള്ള കാര്യം മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. കാരണം ചെയിൻ കുരുങ്ങി കിടക്കുന്നുണ്ടെങ്കിൽ ഓട്ടത്തിലത് കുരുക്ക് മാറിയിട്ട് ചെയിൻ ലൂസാവും.
ഇതൊക്കെ എനിക്ക് ആൾക്കാർ പറഞ്ഞു തന്ന കാര്യങ്ങളാണ് കേട്ടോ. ആൾക്കാർ പറഞ്ഞു തന്നതും ഞാൻ കോയിൽ കയറ്റുന്ന സമയത്ത് വണ്ടിയിൽ കയറിയിട്ട് അവർ ടൈറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ നോക്കിയിട്ട് മനസ്സിലാക്കിയതാണ്. നോർമലി ഈ ഇങ്ങനെയുള്ള വണ്ടിക്കകത്ത് ഇങ്ങനെയല്ല വെക്കുക, ഇങ്ങനെയാണ് കോയിൽ വെക്കുക. ഇത് ഡ്രൈവേഴ്സിനെ സംബന്ധിച്ച് നല്ലതാണ്. കാരണം എന്തെങ്കിലും ഇൻ കേസ് എന്തെങ്കിലും അപകടം പറ്റിക്കഴിഞ്ഞാൽ ഡ്രൈവേഴ്സിൻ്റെ ക്യാബിനിലേക്ക് ഈ സാധനം വരില്ല. പക്ഷേ ഇത് വഴിയെ പോകുന്ന ആൾക്കാർക്ക് ഭയങ്കര പ്രശ്നമാണ്. എൻ്റെ സൈഡ് ഞാൻ ടൈറ്റർ വെച്ചു. ഈ ടൈറ്റർ എങ്ങനെ വെക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഈ ടൈറ്റർ ഏറ്റവും എൻഡിൽ വെച്ചിട്ടാണ് ചെയിനിലേക്ക് കൊടുക്കേണ്ടത്. അപ്പോഴും മാത്രമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ടൈറ്റ് ചെയ്യാനുള്ള സ്പേസ് കിട്ടുള്ളൂ. കുറച്ച് ഉള്ളിലോട്ടാണെങ്കിൽ ഇത്രയും പോർഷൻ മാത്രമേ നമുക്ക് ടൈറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഏറ്റവും അകലേക്കാണ് നിൽക്കണമെങ്കിൽ, ദൂരെയാണ് നിൽക്കണമെങ്കിൽ അത്രയും ഭാഗം നമുക്ക് ഇത്രയും ത്രെഡ് നമുക്ക് കിട്ടും. എന്നിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടത്. റൊട്ടേറ്റ് ചെയ്ത് നോക്കുക. പറ്റുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ തിരിച്ച് റൊട്ടേറ്റ് ചെയ്ത് നോക്കുക. ഇങ്ങനെയാണ് കേട്ടോ റൊട്ടേറ്റ് ചെയ്യേണ്ടത്. ആദ്യം കൈ കൊണ്ട് റൊട്ടേറ്റ് ചെയ്തിട്ടൊരു ടൈറ്റ് പിടിക്കുക. ഓക്കെ, ഒരു ചെറിയ ടൈറ്റ് ആകുന്ന സമയത്ത് നമ്മളൊന്ന് ചെയിനൊന്ന് വലിച്ചു വിടുക. ഉള്ളിൽ നിന്നൊക്കെ എവിടെയെങ്കിലും കുടുങ്ങിയിട്ടുണ്ടോ നോക്കുക. മാക്സിമം ചെയ്യുന്ന നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്കല്ലാണ്ട് പുറത്തേക്ക് കൊണ്ടുവരണം. ഏകദേശം ഒരേ പൊസിഷനിലായിരിക്കണം രണ്ട് സൈഡിൽ ഉണ്ടാകേണ്ടത്. അത് കുരുങ്ങി കിടക്കുന്നില്ല, ഇത് ടൈറ്റ് ആകുന്നുണ്ട്. പിന്നെ മാക്സിമം പുറത്തേക്ക് പിറകിലേക്ക്, ഇങ്ങോട്ടേക്കല്ലാണ്ട് ഇങ്ങോട്ടേക്ക് പുറത്തേക്ക് ഫേസ് ചെയ്യുന്ന രീതിയിൽ പൊക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ടൈറ്റ് കൂടുതൽ കിട്ടും. മാക്സിമം പുറത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ ഇനി ഈ ലെവലിൽ നേരെ അവിടെയും പൊക്കും. ഇതാണ് നമുക്ക് ടൈറ്റ് ചെയ്യേണ്ട ലിവർ. ഇത്രയും സ്പേസേ ഉള്ളൂ. ഇതിൻ്റെ ഇടയിൽ കൂടെ വേണം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കാൻ. ഈ നമ്മളെ ടൈറ്റ് പിടിക്കല് പോലെ ഇരിക്കും കേട്ടോ ഈ സാധനം നിൽക്കണത്. ഇതിന് അപ്പോൾ ഇതുപോലെ മറ്റേ സൈഡും ടൈറ്റ് ചെയ്യണം. ഇത് ടൈറ്റായോ ഇല്ലയോ എന്ന് ഇവിടെയുള്ള അറിയുന്ന ആരെങ്കിലും ഒന്ന് ചോദിച്ചു നോക്കണം. അങ്ങനെ എൻ്റെ ഒരു മാക്സിമം ബലത്തിൽ ഞാൻ ടൈറ്റ് ചെയ്തിട്ടുണ്ട് രണ്ടും. ടൈറ്റ് ചെയ്യുമ്പോൾ ഇത് ടെമ്പറാണോ എന്ന് അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ടെമ്പറാണ്. എനിക്കറിയില്ല ഇത്ര ടൈറ്റ് മതിയോ, ഇനി ഇതിനെക്കാട്ടിയും ടൈറ്റ് വെക്കണമെന്നറിയില്ല. എന്തായാലും എൻ്റെ മാക്സിമമായി. ഇനി ഓരോ 50 കിലോമീറ്റർ കൂടുമ്പോഴും നിർത്തിയിട്ട് ഇത് ഒന്നുകൂടെ റീടൈറ്റ് ചെയ്യണം. ഞാൻ ഇപ്പോൾ മനസ്സിലായില്ല ഞാൻ എന്തുകൊണ്ടാണ് കുളിക്കാത്തതെന്ന്. അതിന് വണ്ടി ഒന്ന് വലിച്ചെടുത്തത്. ഞാനിപ്പോൾ ഏത് സ്ഥലത്താണെങ്കിലും വണ്ടി വളച്ച് കയറ്റുന്ന സമയത്ത് ആ സ്ഥലം ഒന്ന് ആദ്യം പോയി നോക്കുക. ആദ്യം നേരെ അങ്ങോട്ടേക്ക് പോയിട്ട് ഇങ്ങനെ പിറകോട്ട് പോകാമെന്നാണ് ഉദ്ദേശിക്കണേ. ഞാൻ ടയറൊക്കെ ചെക്ക് ചെയ്തു കേട്ടോ. അങ്ങനെയാണ് നോർമലി. എന്തേലും കല്ലോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ കാണില്ല. ഇല്ല, ബാക്ക് അടിച്ചതിന് ശേഷമാണ് പിന്നെ കാണുക. അതിനെക്കാട്ടിയും ബെറ്റർ നമ്മൾ ആദ്യമേ ഒന്ന് ഇറങ്ങിപ്പോയി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവും എങ്ങനെയാണ് റിവേഴ്സ് എടുക്കാൻ പോണ സ്ഥലം എങ്ങനെയുള്ളത് എന്നുള്ളതൊക്കെ. നമുക്ക് ഇവിടെ നിന്നാണ് ഇപ്പോൾ റിവേഴ്സ് എടുക്കേണ്ടത്. നമുക്ക് റിവേഴ്സ് എടുക്കേണ്ടത്. ഈ ട്രെയിലറിൻ്റെ ബാക്ക് ഓൾമോസ്റ്റ് ആ റോഡ് കഴിയുന്നവരെ ഞാൻ വണ്ടീനെ മുന്നോട്ടേക്ക് എടുക്കും. ഇടയ്ക്കിടയ്ക്ക് പിറകോട്ട് നോക്കും. എന്നിട്ട് ഈ ട്രെയിലറിൻ്റെ വണ്ടിയുടെ ഹെഡ് ഞാൻ വലത്തോട്ടേക്കാണ് കയറ്റിയപ്പോൾ. ഓക്കെ, ബാക്കി മൊത്തം വലത്തോട്ടേക്കാണ് ട്രെയിലറിൻ്റെ ബാക്ക് പോകുന്നത്. ഇതിന് കണക്റ്റായിട്ട് ഞാൻ കെയറിങ് ഇടത്തോട്ടേക്ക് തിരിച്ചു കൊടുക്കുകയാണ്. ഞാൻ റിവേഴ്സ് എടുക്കുന്നത് സ്പീഡായിട്ടല്ല കേട്ടോ. ഞാൻ എപ്പോഴും പതുക്കിയാണ് റിവേഴ്സ് എടുക്കാറ്. ഒന്നാമത് ലോഡ് വണ്ടിയും കൂടിയാണ്.
അപ്പോൾ മാക്സിമം പതുക്കെ എടുത്ത് ലെവലാക്കി അങ്ങനെ കൊണ്ടുപോകുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഇപ്പോൾ ഒരു കണക്കിന് വണ്ടി ട്രെയിലർ എൻ്റെ ഉദ്ദേശത്തിനനുസരിച്ചിട്ട് പോകണ്ട. അപ്പോൾ അതിനുശേഷം ഞാൻ ഇടത്തോട്ടേക്ക് തിരിക്കുന്നില്ല. പിന്നെ ചെറുതായിട്ട് ഞാൻ ഇടത്തോട്ടേക്ക് എനിക്ക് കുറച്ചും കൂടി വളയണം തോന്നുന്ന സമയത്ത് മാത്രം ഞാൻ ഒന്ന് ചെറുതായിട്ടൊക്കെ തിരിച്ചു കൊടുക്കാറ്. പിന്നെ കുറച്ചും കൂടി തിരികട്ടെ. ചിലപ്പോൾ 1, 2, 3 തവണയൊക്കെ എടുത്ത് മാറ്റി വെക്കേണ്ടി വരും കേട്ടോ. അതൊക്കെ ഇതിൻ്റെ അത് പറഞ്ഞിട്ടുള്ളതാണ്. പോട്ടെ. അതേസമയം നമ്മൾ ലെഫ്റ്റ് സൈഡും നോക്കണം, നമ്മൾ വണ്ടി പോകുന്ന സൈഡും കൂടെ നമ്മൾ നോക്കണം കേട്ടോ. ആദ്യം ഞാനൊരു ഇപ്പം ഏകദേശം L മോഡലായി വണ്ടി. ഇപ്പോൾ വണ്ടി പുറകോട്ട് വലിക്കാനുണ്ട്. അപ്പോൾ ഞാൻ വണ്ടി ഷെയറിങ് നേരെയാക്കിയിട്ട് ഫുൾ റൈറ്റിലേക്ക് പിടിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ റൈറ്റിലേക്ക് ഒടിച്ച് വെച്ചേക്കാണ് കേട്ടോ. വണ്ടി പോകണുണ്ടോ? ഞാനിപ്പോൾ വണ്ടിയിൽ നേരെയാക്കി കൊണ്ടുവരികയാണ്. വണ്ടീനെ ഫുള്ള് വലത്തോട്ട് ഒടിച്ചിട്ട് നേരെയാക്കാണ്. വണ്ടി നേരെയായി തോന്നിക്കഴിഞ്ഞാൽ ഫുള്ളും മാറ്റി വീണ്ടും ഇടത്തോട്ട് കൊടുത്തിട്ട് വീണ്ടും നേരെയാക്കാം. അപ്പം ഇങ്ങനെയാണ് ഞാൻ റിവേഴ്സ് എടുക്കൽ. വളരെ പയ്യാണ് റിവേഴ്സ് എടുക്കാറ്. തിരക്കൊന്നും കൂട്ടില്ല. ഇവിടെയുള്ള പല ഡ്രൈവറും ട്രൂവാണ്. അവർ വളരെ സ്പീഡിൽ റിവേഴ്സ് എടുത്ത് വെക്കുന്നവരുണ്ട്. നമ്മൾ മാക്സിമം ശ്രദ്ധിച്ചിട്ട് എടുക്കുക എന്നുള്ളതാണ്. അല്ലാണ്ട് സ്പീഡിലെടുക്കുക അല്ലെങ്കിൽ സ്പീഡിൽ ഡ്രൈവ് ചെയ്യുക എന്നുള്ളതല്ല. മാക്സിമം ശ്രദ്ധിച്ച് ഡ്രൈവ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ പോളിസി. മാക്സിമം കെയർ ചെയ്യുക. നമുക്ക് പറ്റാത്തടത്ത് നമ്മൾ ഇറങ്ങി ചെന്നിട്ട് നോക്കുക. ചിലപ്പോൾ കുറേ ആൾക്കാർ പുറത്തുനിന്ന് വന്നോ എന്നൊക്കെ പറയാനുണ്ടാവും. അതൊന്നും നമ്മൾ കെയർ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് തോന്നുന്നത് എടുക്കുക മാത്രം നമ്മൾ വണ്ടി കയറ്റുക. തോന്നുന്നെടുക്കുക മാത്രം റിവേഴ്സ് ഇടുക. ഇനി പറ്റൂലെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു നാണക്കേടും വിചാരിക്കേണ്ട. ഇറങ്ങിപ്പോയി നോക്കുക, ഇത് പറ്റുമോ ഇല്ലയോ. നമുക്ക് ഇറങ്ങി ചെന്ന് ബാക്കിലൊക്കെ നോക്കി കഴിഞ്ഞാൽ ഏകദേശം മനസ്സിലാവും. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ കയറിപ്പോവും, ഇല്ലേ കയറിപ്പോവില്ല, കുറച്ചും കൂടി മുന്നോട്ട് എടുക്കണം, അല്ലെങ്കിൽ കുറച്ചും കൂടി റൈറ്റിലേക്ക് മാറ്റണം. അതൊക്കെ നമ്മൾ ഇറങ്ങിപ്പോയി ചെന്ന് കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. അപ്പോൾ വണ്ടി എടുക്കുന്നവർ ഇതിപ്പോൾ ട്രെയിലർ മാത്രമല്ല, ഏത് വണ്ടിയാണെങ്കിലും നമുക്കറിയാത്ത സ്ഥലത്ത് നമുക്ക് പറ്റൂലെന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പറ്റുമായിരിക്കും എന്നുള്ള ഒരു ഡബിൾ മൈൻഡിൽ അങ്ങ് കയറി എടുക്കരുത്. നല്ലോണം 2 പ്രാവശ്യം ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കാം. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത പ്രൊസീജിയർ എന്ന് പറയുന്നത് വലിയ പ്രൊസീജിയറാണ്. സാധാരണ സ്ഥലങ്ങളിലൊക്കെ ഒരു ദിവസമൊക്കെ എടുക്കാറുണ്ട്. ബില്ലാക്കുക എന്നുള്ള പരിപാടിയാണ്. ഓക്കെ, നമ്മളിപ്പോൾ കയറ്റിയ ലോഡിന് വേണ്ടിയിട്ടുള്ള ബില്ല്. അപ്പോൾ അതിനി എത്ര സമയം എടുക്കുമെന്ന് അറിയില്ല. ഇപ്പോൾ സമയം 1:17 രാവിലെ ഒരു ചായ കുടിച്ചതേ ഉള്ളൂ. വേറെ ഒന്നും കഴിച്ചിട്ടില്ല. ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാമെന്നുള്ള രീതിയിലായിരുന്നു, മെൻറ്റാലിറ്റിയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇനിയിപ്പോൾ അത് നടക്കില്ല. എല്ലായിടത്തും പോയി നോക്കിയപ്പോൾ ഒരു ചെറിയ കോമഡി ഉണ്ട്. ഈ ടൈറ്റർ ഇല്ലേ, എല്ലാവരും ഈ ടൈറ്ററിൻ്റെ ജോയിൻ്റ് ഇവിടെ തന്നെ വെച്ചിട്ട് ഇവിടെയാണ് ടൈറ്റർ വെച്ചേക്കണേ. പക്ഷേ ചെയിന് ടൈറ്റാണെങ്കിൽ കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത്. എൻ്റെ ചെയിന് നല്ല ടൈറ്റാണ്, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഊടൂര് എന്നങ്ങനെ പറഞ്ഞാൽ ഏതോ ആന്ധ്രാപ്രദേശിൽ തന്നെയുള്ള സ്ഥലത്തേക്കാണ് ലോഡുള്ളത്, ചെന്നൈ അല്ല. അവിടുന്ന് ചെന്നൈ അടുത്താണെന്ന് തോന്നുന്നു, അതിനെക്കുറിച്ച് അറിയില്ല. എനിക്ക് നല്ല രീതിയിൽ വിശക്കണുണ്ട്. രാവിലെ ഒരു ചായ കുടിച്ചത്. അപ്പോൾ ഞാൻ അവിടെ സെക്യൂരിറ്റീനോട് കണ്ട് ചോദിച്ചിട്ട് പോയിട്ട് ഫുഡ് കഴിക്കട്ടെ. അങ്ങനെ ഫുഡ് കഴിക്കാൻ വന്നേക്കാണ്. ഇത് നല്ല പരിപാടി ഉണ്ടല്ലോ സൈക്കിളിൽ. ഇതിൻ്റെ അകത്ത് എൻജിനുണ്ട്, എൻജിൻ കണക്ട് ചെയ്തിട്ടാണ്. ആക്സിലേറ്റർ ഒക്കെ ഉണ്ട്. ഫ്യൂൽ ടാങ്ക് ഇവിടെ ഉണ്ട്. നൈസ് പരിപാടിയാണല്ലോ. വെണ്ടയ്ക്കുണ്ട്, അതിൻ്റെ അത് കടലൊക്കെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം ടേസ്റ്റ് ഉണ്ട്. ഇത് നമ്മുടെ ഇവിടെ ചട്നി എന്നാണ് പറയുന്നത്, പക്ഷെ നാട്ടിലെ പച്ചടി പോലെയാണുള്ളത്. പച്ചടീൻ്റെ ടേസ്റ്റ് തന്നെ വരുന്നുണ്ട്. അച്ചാറ്, മീൻകറി,
ദാല് തക്കാളി കറി. അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള ഭക്ഷണം കേട്ടോ. മീൻകറിയൊക്കെ ടേസ്റ്റ് ഉണ്ട്. മീൻകറിയിൽ ഉരുളക്കിഴങ്ങ് നോക്കിയിട്ടുണ്ട്, പക്ഷെ ടേസ്റ്റ് ഉണ്ട്. ഇവിടുന്ന് പോകുന്ന സമയത്ത് ഒരു വണ്ടി കിട്ടി. ഇത് നമ്മുടെ കമ്പനീൻ്റെ ഉള്ളിൽ ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സൂപ്പർവൈസറാണ്. പുള്ളീൻ്റെ വണ്ടി കിട്ടിയോണ്ട് നടക്കാണ്ട് പോവാം. അത്രയും ദൂരം നടക്കാനുണ്ട് കേട്ടോ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. ഭക്ഷണം കഴിച്ചു. ഇവിടുന്ന് ഒരു 300-350 കിലോമീറ്റർ ഉണ്ട് എന്നാണ് പറഞ്ഞത്, അറിയില്ല. ഗുഡൂരിൽ നിന്നങ്ങാണ്ട് പറഞ്ഞ സ്ഥലത്തേക്കാണ് ലോഡ് പോണേ. ഇപ്പം കുറച്ച് സമയം കിടന്ന് ഉറങ്ങാം. ഇനിയിപ്പോൾ രാത്രിയൊക്കെയാണ് ലോഡ് ബില്ലായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ബാക്കി എല്ലാവരും ഒരുമിച്ച് വണ്ടി എടുത്ത് പോകുമ്പോൾ ഞാൻ ഉറക്കം വന്നിട്ട് എനിക്ക് സൈഡാക്കി നിർത്താനും പറ്റില്ല. അപ്പോൾ ഞാൻ കുറച്ച് സർഫ് വെള്ളമാക്കിയിട്ടുണ്ട്. ഈ ഗ്ലാസ്സൊക്കെ ഒന്ന് കഴുകണം. ഗ്ലാസ് ഫുള്ള് കലയാണ്, സ്ക്രാച്ചസ് ആണ്. അങ്ങനെ സമയം രാത്രി 9:20 എല്ലാവരും ഇപ്പം പോവാന്നാണ് പറഞ്ഞേക്കണത്. അപ്പോൾ ഇവിടുന്ന് വിടുകയാണ്. ഞാൻ പുറത്തുനിന്ന് ഉറങ്ങി. ഉറക്കം പകൽ ഉറക്കം ശരിയാണെന്നില്ല കേട്ടോ. ഒന്നാമത് ഇത്രയും ദിവസം ഉറങ്ങാണ്ട് അങ്ങനെയൊക്കെ ആയതുകൊണ്ടായിരിക്കും, എനിക്കറിയില്ല. ഇനി രാത്രി ഡ്രൈവ് ചെയ്യുമ്പോൾ ഉറക്കം വരുമോയെന്നറിയില്ല. ഇത്രയും വണ്ടികളുള്ളതുകൊണ്ട് പിന്നെ ഉറക്കം വന്നു കഴിഞ്ഞാൽ സൈഡായി കഴിഞ്ഞാൽ അവരൊക്കെ പോകും. പക്ഷേ അതൊന്നും ഞാൻ നോക്കില്ല. ഇൻ കേസ് എനിക്ക് നല്ല രീതിയിൽ ഉറക്കം വരികയാണെങ്കിൽ സൈഡാക്കിയിട്ട് നിർത്തിയിട്ട് ഉറങ്ങിയിട്ടേ പോകുള്ളൂ. ഗൂഡൂര് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഓൾമോസ്റ്റ് ചെന്നൈക്ക് അടുത്ത് തന്നെയാണ്. ഞാൻ ലൊക്കേഷൻ ഇട്ട് നോക്കിയപ്പോഴും കണ്ടത്. ഇവിടുന്ന് വിജയവാഡയിൽ നിന്ന് ചെന്നൈയിലേക്കുള്ള സ്ട്രെയിറ്റ് റോഡാണ്. ഓക്കെ, ഇവിടെ ഉപ്പിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ഓൾമോസ്റ്റ് കടൽ തീരാണ് ഇപ്പോൾ. അപ്പോൾ കടലിൻ്റെ സൈഡിൽ കൂടെ തന്നെയുള്ള ഹൈവേയിൽ കൂടെയാണ് പോണത്. എനിക്കറിയില്ല ബീച്ച് കാണാൻ പറ്റുമോ ഇല്ലോ എന്ന് എനിക്കറിയില്ല. എന്തായാലും പോയി നോക്കാം. അത് കേരളം ഈ സൈഡിലാണ് കടലെങ്കിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ബില്ലൊന്നും ആയിട്ടില്ല. അവിടുന്ന് ഗേറ്റിൻ്റെ അവിടെ എത്തുമ്പോൾ ബില്ല് കയ്യിൽ കിട്ടുമെന്നാണ് പറഞ്ഞേക്കണത്. ഇവിടുന്ന് ഓൾമോസ്റ്റ് 400 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. 8 മണിക്കൂറും കണ്ടാണ് ഡ്രൈവ് കാണിക്കുന്നത്. ഹെയറൊക്കെ ഫുള്ളായി. എൻ്റെ മുന്നിൽ ഈ വണ്ടി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ പിറകിൽ വന്നോന്നാണ് പറഞ്ഞേക്കണം. വണ്ടി പോകുന്നുണ്ട്. ഇപ്പം ഞാനൊന്ന് വിടട്ടെ. വഴിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അപ്ഡേറ്റ് തരാം. ഓക്കെ, ലൈറ്റ് ഓഫ്.